സുഹൃത്തുക്കളെ, നമ്മൾ വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ്. കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം, പെരവാസ്തോലി, മറ്റ് തിരക്കുകളൊക്കെ ആയിട്ട് ഭാര്യ വീട്ടിൽ വന്നതാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കായലിൽ കൂരുവാള ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂരുവാള പിടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ഉപ്പിച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചിറ്റപ്പനടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ പോയി ഉഴുന്നുവട മേടിക്കുന്നത് തന്നെ ഈ രാവിലെ വലിയ സങ്കടകരമായ കാര്യമായിരുന്നു. കാരണം പല സ്ഥലത്ത് നടന്ന് കിട്ടിയില്ല. പിന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അത് ഒരു ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് മേടിച്ച് കുറച്ച് പഴവും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മീൻ പിടിക്കാൻ പോകും. നമ്മളൊരാളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ വരുന്നുണ്ട്. കൂട്ടുകാരനാണ് ആദർശി. നാറ്റിക്കരുത്, പോവാം. നാറ്റിക്കല്ലേ എന്നാ ഇച്ചിരി നാറ് നീ പോടാ. പോ ഐറ്റമൊക്കെ എടുത്തിട്ടുണ്ട്. പോയേക്കാം. ഈ കിടക്കുന്ന വെള്ളം പോപ്പിണ്ണൻ്റെ വെള്ളം. അണ്ണന് പനിയായിട്ടിരിക്കുക. നമ്മൾ രണ്ടുകൂടെ വേണം പോയേക്കാം. നീന്താൻ അറിയുമല്ലോ അല്ലേ? നീന്താ അറിയാതുകൊണ്ട് കുഴപ്പമില്ല. ഫോണൊന്നും കുഴപ്പമൊന്നുമില്ല. ഫോണല്ലേ, ഫോൺ പോയാൽ നമുക്ക് വേറെ മേടിക്കാം. അത് ഇങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ചുച്ചിട്ട് വലിച്ചു വിട്ടാൽ മതി. തിരിച്ചു വെച്ച് അപ്പം പോട്ടെ, ജെറ്റ് പോട്ടെ. മറിയമ്പള്ള അടുത്തന്നെ വന്നിരിക്കുകയല്ലേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ 1-2 മീനൊക്കെ മറിയുന്ന കാണുന്നുണ്ട്. അതൊരു വലിയ ആക്ടിവിറ്റി ആണെന്നൊന്നും തോന്നുന്നില്ല കൂരുവാളെ സംബന്ധിച്ച്. നമുക്ക് ട്രൈ ചെയ്യാം. കിട്ടിയാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ മീൻ കിട്ടാത്തൊരു ദിവസം പോലെ അങ്ങനെ കിടന്നു പോകും. തീറ്റി സെറ്റ് ചെയ്യാം. നമുക്ക് വള്ളം കെട്ടിയിട്ടിട്ട് തീറ്റി സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നിട്ടാൽ ഒഴുക്കുണ്ടല്ലോ, ഒഴുക്കല്ല കാറ്റ്, ഷട്ടറിട്ടൊക്കെയല്ലേ ഒഴുക്കി, കാറ്റുണ്ട്. ആ കാറ്റിനനുസരിച്ച് കുപ്പി അങ്ങോട്ടും നീങ്ങി പോകും. മീനടിക്കും. പിന്നെ മീനടിക്കും. 8ൻ്റെ ഹുക്ക്, 9ൻ്റെ ഹുക്ക്. ഉഴുന്നോട പഴം 2 ഉഴുന്നു. ഇത് നമ്മൾ എടുക്കുന്നു, നേരെ അങ്ങോട്ട് എറിയുന്നു, പോകുന്നു, മീനടിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. അത് തന്നെ. കൂടുതലാണെങ്കിൽ വെള്ളം കുറവാണ് ടൈമാണ്. എൻ്റെ പൊന്നോ, അതിനോട് കയ്യിൽ ഇങ്ങനെയൊക്കെ മീനുണ്ടോ അല്ലേ? നീ അധികമാണോ? അവിടെ അല്ലാതെ ഇതൊന്നും അല്ല. നമ്മൾ കരയെ നിൽക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ. വണ്ടിയെ പോണതല്ലേ അത് തന്നെ. മീനൊക്കെ അടിപൊളിയായിട്ട് കിടന്ന് അറിയുന്നുണ്ട്. ഇറക്കിട്ടേക്ക്. അടി അവിടേക്കൊന്ന് മാറണ നോക്കി. ഇനി നമുക്ക് തീറ്റി സെറ്റ് ചെയ്തിട്ടേ അങ്ങോട്ട് അങ്ങനെ മാറ്റിയിടാം. അകത്തോട്ടൊക്കെ കയറ്റി കൊണ്ടിടാം. അങ്ങനെ ഇടാം. അവിടെ ഇവിടെ കിടന്നോട്ടെ. ആക്കി നമ്മൾ അവിടെ ഇവിടെ സുഹൃത്തുക്കളെ, ഇത് മൊത്തം സെറ്റ് ചെയ്യണം. നമ്മൾ ഒഴുക്കി വിടും. അത് കുഴപ്പമില്ല, വെറുതെ ഇരുന്നാൽ പറയല്ലോ, പണിയെടുക്കണ്ടേ. അതന്നെ, പണിയെടുത്താൽ ഇത്ര വേണോ? ഇപ്പം നമ്മളിട്ട്
അത് 1 2 3 4 നമ്മളിട്ട ആ പച്ചക്കുപ്പി ഇത് 2 നിങ്ങൾ കരക്കുന്നല്ലേ ചൂണ്ടിടാറുള്ളൂ. അത് തന്നെ, പക്ഷെ വള്ളം വേണ്ടേ, പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ആ കുപ്പിയിൽ മീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പതുക്കെ അങ്ങോട്ട് പൊക്ക് അല്ലേ. അത് തന്നെ അവങ്ങ് ഉടക്കിയിട്ടുണ്ട്. ഒരു തന്നെ കൊണ്ട് എത്തിയനെ. പൊങ്ങി വരുമല്ലേ, പൊങ്ങി വരൂ. അതന്നെ ആദ്യത്തെ മീൻ ഞങ്ങൾ അടിച്ചു ഗൈസ്. വീട്ടിൽ വിട്ടിട്ടില്ല. ചെറുതല്ലേ, അപ്പനെ ഓടിക്കലേ ഓട്ടെ. ഇല്ല ഞാൻ വിളിക്കുന്നോളാം. ആ കണ്ട് ഓട്ടെ. മീൻ വരണ്ടേ, ആ സാധനം കണ്ട്. അടിയനെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. വാമനെ വാടാ അല്ലേ. വാല പിടിച്ച പിന്നെ അങ്ങനത്തെ ഫസ്റ്റ് മീൻ അല്ലേ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇത് വലിയ മീനൊന്നുമില്ല. ഇത് ഒരു 3 കിലോ സൈസേ ഉള്ളൂ മീൻ. നമ്മുടെ അവിടെ അടിക്കുന്ന മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കായലിലാണ് മീൻ കിടക്കുന്നത്. മീൻ ഷട്ടറൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ കയറി വരും. നമ്മൾ വേമ്പനാട്ട് കായലിലേ ഇപ്പോൾ ഉള്ളത്. കയറി വരുന്ന സമയത്ത് ധാരാളം ഭക്ഷണം കിട്ടുന്നുണ്ടാവാം. മീൻ പെട്ടെന്ന് കയറി അങ്ങ് മുഴുകും. ഞങ്ങളുടെ അവിടെ വരുമ്പം ഇത് മിനിമം ഒരു 5 കിലോ അതിന് മേളോട്ടാണ് മീൻ വരിക. മോനെ സൗണ്ട് ഉണ്ടാക്കണ്ട, കഴിഞ്ഞ്. ഇതുകൊണ്ട് തന്നെ ഊരണോ അല്ല ഊരി നമ്മളെ കളിയാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അവിടെ കരയ്ക്ക് കാത്തിരിപ്പുണ്ട്. മീനൊന്നും കിട്ടുന്നില്ലല്ലോ, മീനൊന്നും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. ഇത് നമുക്ക് ഇതിനകത്ത് തരാം. ഉരുട്ടൊക്കെ അടുത്തത് ഈറ്റ പുറത്തിടല്ലേ. പുറത്തെ പുറയിൽ അങ്ങനെ അടിച്ചു നോക്കി. ഇനി അവിടെ ആല്ല നമ്മുടെ എവിടെയൊന്നും കണ്ടില്ല. കുപ്പി മുക്കുന്നില്ല. ഇല്ല, ഇതിപ്പോൾ ചെറിയ മീനായിട്ടാ. ഇല്ല, കുപ്പി മുക്കിക്കൊണ്ട് അങ്ങ് പോയാണേ. കേട്ടോ, ഹെവി സാധനം അല്ല. നേരെ നിനക്കിത് ഹെവിയാ, ശരിയാ. ചെറുതാ. ഇനി അവിടെ ആ കൂട്ടി തന്നെ ഇടല്ലേ. അപ്പോൾ കൂടുതൽ അത് മീൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഓപ്പോസിറ്റ് അല്ലേ ചൂണ്ട പോണേ. പതുക്കെ പോവാം. ഇല്ല നോക്കട്ടെ. അത് അങ്ങോട്ട് കൊണ്ടുപോകല്ലേ പതുക്കെ. ഇല്ല, അതവിടെ നിന്നില്ലേ. അടിച്ചിട്ടുണ്ട് അല്ലേ. വേറെ അടിച്ചോ? പോയോ അത്? അത് കൊണ്ടുപോയി. അതല്ലേ
തന്നെയുണ്ട്. മുങ്ങല്ലേ മോനെ അല്ലേ? അത് തന്നെ. കുപ്പിയെ പിടിക്കണോ? അത് തന്നെ. മൊത്തത്തിൽ ചാട്ടം ഇതായിപ്പോ. അത് തന്നെ. ആ സൈസാണ്. അപ്പോൾ വരട്ടെ. അത് തന്നെ. എൻ്റെ ശാന്തി അല്ലേ ഓട്ടിച്ച് തെറിപ്പിച്ച. പൊട്ടിക്കല്ലേ? ഒരു ചെകിളപ്പം കൊടുത്താലും കുഴപ്പമില്ല, കേറട്ടല്ലേ. അനങ്ങാതെ പോരല്ലേ. അങ്ങോ അതില്ലല്ലോ അവിടെ അവിടെ. അപ്പൊ നമ്മളങ്ങോട്ട് പോവാം. മീൻ കണ്ട് അല്ലേ? എല്ലാം വിട്ടിട്ടില്ല. വിട്ടില്ലല്ലോ. ആ ഇവിടെ അടിച്ച അവിടെ അടിക്കുമ്പോ അല്ലേ? പ്ലീസ് അങ്ങനെ ഇവിടെ കൂടെ. ആ അവൻ പിന്നെ മുങ്ങിയളിയാ. ഇത് ഇപ്പുറം ആ അതിനിച്ചിരി ഹൈറ്റാണ്. അവനതും കൊണ്ടുപോയി. ഇല്ല അവിടെ പൊങ്ങി. ഇനി ഓടണല്ലേ? ആയിട്ട് പിടിക്കുമല്ലേ? പിടിച്ചോ. അതന്നെ അവനൊരു ത്വരായല്ലേ. വാട മോനെ വാടാ. അങ്ങനെ നമ്മള് മറ്റേ മീൻ കയറ്റിയ സമയത്തുണ്ടല്ലോ ഇപ്പൊ ശരിക്കും ടയേർഡായിട്ടുണ്ട്. ഓടിയാണ് കൂളായിട്ട് കിടക്കണേ, ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കത്തില്ല. ഇപ്പഴേ അടിച്ചോണ്ട് ഓടൂല്ലേ? അടിച്ചടാ ഈ പിടി വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഈ സുഹൃത്തുക്കളെ മൂന്നാമത്തെ മീൻ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഓ അനങ്ങുന്നില്ല കേട്ടോ. അവൻ ടയർഡായി. മീൻ കയറ്റാൻ പോയില്ലേ? ഇതിനൂടെ ശരിക്കും ഓടിയിട്ടുണ്ട്. അവൻ അവിടുന്ന് ഓടിയൊന്നാ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വേമ്പനാട്ടുകാർ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കൂരുവാള പഠിക്കുന്നത്. 3 എണ്ണം അടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചെറുത്, രണ്ടാമത്തെ അതിൻ്റെ വലുത്, മൂന്നാമത്തെ അതിൻ്റെ വലുത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ. ഈ മീൻ ഇവിടെ എങ്ങനെയാണ് സെയിലാകുക എന്നൊന്നും അറിയത്തില്ല. സെയിലാകുന്നില്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിലും തന്നെ നമ്മൾ അയലോക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെട്ടിക്കണ്ടിച്ച് നമ്മൾ കൊടുക്കും. പിന്നെ വേറെ കാര്യം, പല ആൾക്കാരും പറയും ഇത് കൊള്ളൂല, വളർത്തു മീനാണ്. ഇത് വളർത്തുന്ന സ്ഥലത്തുനിന്ന് പിടിച്ചാൽ കൊള്ളുകയില്ല. പക്ഷേ നമ്മൾ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീൻ, അതായത് വേമ്പനാട്ടുകാരിലാണ്. ഈ വേമ്പനാട്ടുകാരിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീൻ നാച്ചുറലായിട്ടുള്ള തീറ്റിൽ നിന്ന് വളരുന്ന മീനാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ കടകടേ അതിന് അതിൻ്റേതായ നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒരു 6 കിലോയുടെ മീൻ കറി വെച്ചിട്ട് വീട്ടിൽ കിടന്ന് ഇടിയായിരുന്നു. വേറെ കാര്യം, ഇത് കറി വെക്കേണ്ട പോലെ കറി വെക്കും കൂടെ വേണം, അതിനുള്ള ആളും കൂടെ വേണം. അതേ സുഹൃത്തുക്കളെ നമ്മൾ 3 മീൻ അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ കയറ്റിയിട്ടുമുണ്ട്. ബാക്കി ചൂണ്ട ഒരു 4 എണ്ണം ഇവിടെ കിടപ്പുണ്ട്. അതുകൂടെ നമ്മൾ പെറുക്കി വള്ളത്തെ കയറ്റും, വീട്ടിൽ പോകും. അടിപൊളി സംഭവം കൊള്ളാം അല്ലേ? കായലിൻ്റെ മറ്റേ കിടന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാണ് അളിൻ്റെ അടുത്ത് വന്നു ഇതുപോലെ ആദ്യമായിട്ട് അല്ലേ? പിടിച്ചു, ഇഷ്ടപ്പെട്ടു, അടിപൊളി. നമ്മുടെ ടെൻഷൻ എല്ലാം മാറും. പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ചൂണ്ടയെല്ലാം മാടി കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കരയിലോട്ട്
ജഗ 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 തൂക്കി ഗൈസ്. അവിടെ അപ്പുറത്ത് അവിടെ അളിയാ. മൂന്നെണ്ണം ഞങ്ങള് പിടച്ചു. എന്താ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊന്നും ഗൈസ്. നമ്മൾ മീൻ പിടിച്ച കരക്കെത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 മീനാണ് കിട്ടി. ഇതൊരു 5.5 കിലോ, ഇതൊരു 6 തൊട്ട് 7 കിലോ വരെ വരാം. ഒരെണ്ണം ഒരു 3 കിലോ, ഒരു 3.5 കിലോ, അങ്ങനെ ആക്കുമ്പോൾ 4 കിലോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻ പിടിച്ച് കരയ്ക്ക് കയറിയപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചായിരുന്നു കരയ്ക്കോട്ട്. ഒരു കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. അപ്പോൾ അവനൊരു മീൻ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുക. നമ്മൾ കരയ്ക്ക് എത്തുന്ന അതേ ടൈമിൽ തന്നെ പുള്ളി വന്നിട്ടുണ്ട്. ആശാനെ കൊണ്ടുപോകും. പൈസ ഒന്നും തന്ന് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ആശാനെ കാണാൻ പറ്റില്ല, എന്തെങ്കിലും ചായക്കാശ് എന്തെങ്കിലും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നത്